ആദിവാസി ഊരുകൾ ഒറ്റപ്പെടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലമ്പൂരിൽ വനംവകുപ്പിന്റെ പുതിയ പദ്ധതി വരുന്നു. ആദിവാസി ഊരിൽ നിന്ന് നാട്ടിലെത്താൻ 4 തൂക്കുപാലങ്ങൾ നിർമ്മിക്കും. കരിമ്പുഴ ഉൾപ്പെടെയുള്ള പുഴകൾക്ക് കുറുകെയാണ് ഈ തൂക്കുപാലങ്ങൾ വരാൻ പോകുന്നത്. 12 കോടി രൂപയുടെ പദ്ധതി സൗത്ത് ഫോറസ്റ്റ് ഡിവിഷൻ നബാർഡിന് സമർപ്പിച്ചു. മലപ്പുറത്ത് വിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നല്ല കാര്യമാണല്ലോ. അതെ, താങ്ക് യു SKN. ഈ പറഞ്ഞതുപോലെ തന്നെ 10 ദിവസത്തിനകം തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ 2 ജീവനുകളാണ് ആദിവാസി മേഖലയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതോടെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു പുതിയ പ്രപ്പോസൽ നബാർഡിന് മുൻപിൽ വച്ചിരിക്കുകയാണ്. ആദിവാസി ഊരുകൾ ഒറ്റപ്പെടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ആദിവാസി ഊരുകളിൽ നിന്ന് പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കരുളായിയുടെ വനമേഖലയിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നത്. ഈ പ്രദേശത്താണ് ചോലനായ്ക്കർ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടെയുള്ളവർ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടേക്ക് എത്താൻ, അതായത് ഈ പുഴകളിൽ വെള്ളം കൂടുകയൊക്കെ ആണെങ്കിൽ അവിടേക്ക് എത്താൻ പോലും വഴിയുണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം, മണി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം പുറം ലോകത്തേക്ക് അത് അറിയുന്നതിനും അവരെ പുറത്ത് കരുളായിലെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുന്നതിനും മണിക്കൂറുകൾ തന്നെ എടുത്തിരുന്നു. അപ്പോൾ ഒരു തൂക്കുപാലമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നടന്നിട്ടാണെങ്കിൽ പോലും അവരെയൊക്കെ എത്തിക്കുന്നതിന് കുറച്ചുകൂടി സുഗമമാകും എന്നുള്ളതാണ് വിലയിരുത്തൽ. പുഴയിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഊരുകളിലേക്ക് എത്താനോ അവിടെ നിന്നും ആളുകളെ പുറത്തെത്തിക്കാനോ ഒന്നും തന്നെ സാധിക്കാറുണ്ടായിരുന്നില്ല. ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് കരിമ്പുഴ, പാണപ്പുഴ തുടങ്ങിയിട്ടുള്ള പുഴകൾക്ക് കുറുകെ തൂക്കുപാലം നിർമ്മിക്കാനുള്ള ഒരു ഉദ്ദേശം. ഒപ്പം തന്നെ ഈ ആദിവാസി ഊരുകളിലേക്ക് കുറച്ചുകൂടി എത്തുന്നതിന് റോഡ് സജ്ജീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഇതിന് ഭാഗമായിട്ടാണ് 12 കോടിയുടെ ഒരു പ്രപ്പോസൽ ഇപ്പോൾ സൗത്ത് ഡിവിഷൻ നബാർഡിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനി അംഗീകാരം ലഭിക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ ഈ കാട്ടാനാക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി 1 കോടിക്ക് മുകളിൽ ഒരു തൂക്ക് ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിൻ്റെ പ്രപ്പോസലിന് ഏകദേശം പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ കൂടി വൈകാതെ തുടങ്ങുമെന്നുള്ളതാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. SK.